തിരുവനന്തപുരം വാമനപുരത്ത് വെച്ച് മന്ത്രി സജി ചെറിയാന്റെ വാഹനത്തിന്റെ ടയർ ഊരിത്തെറിച്ചു. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് വേഗത്തിൽ കാണാം. കാറിന്റെ പിന്നിലെ ടയറാണ് ഊരിത്തെറിച്ചത്. വാഹനം വേഗം നിർത്തിയതിനാൽ വൻ അപകടമാണ് ഉണ്ടായത്. അട്ടിമറി സാധ്യതയുണ്ടോ എന്നറിയാൻ പോലീസിന്റെ പരിശോധനകൾ നടക്കുകയാണ്. തത്സമയ നേരത്തെ എടുത്തിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. മഹേഷ് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. മഹേഷ്, ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വലിയ അപകടമാണ് ഒഴിവായത് എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭ്യമാവുന്നുണ്ടോ പുതുതായി? നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ ഡ്രൈവറുമായി സംസാരിച്ചിരുന്നു. റനീഷ് എന്ന കോഴിക്കോട് സ്വദേശിയായ ഡ്രൈവറുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ അസ്വാഭാവികമായിട്ട് വണ്ടി കുലുങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ വാഹനം നിർത്തുകയായിരുന്നു. അങ്ങനെ നിർത്തിയത് കൊണ്ടാണ് അപകടം ഒഴിവായത്. ഇത്തരം തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ടയറിനുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അത് സാധാരണഗതി ില്ല പക്ഷെ ഒരു നട്ട് പൊട്ടിപ്പോയതായിട്ട് വർക്ക്ഷോപ്പിലെ പരിശോധനയിൽ കാണുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുണ്ടായ സംഭവമാണോ എന്നറിയില്ല. മറ്റ് എല്ലാ നട്ടുകളും അതോടുകൂടി തന്നെ അതിന്റെ ത്രെഡ് ലൂസായി ഊരിപ്പോവുകയാണ് സംഭവിച്ചതെന്നാണ് കരുതുന്നത്. ഇത് എന്തെങ്കിലും തരത്തിലേക്കുള്ള അസ്വാഭാവികമായി ആരെങ്കിലും അട്ടിമറി ശ്രമം നടത്തിയിട്ടുണ്ടോ, ഈ ടയറിന്റെ വീല് നട്ടുകൾ ഊരി വെക്കുന്ന തരത്തിലേക്ക് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി തന്റെ വസതിയായ സ്വന്തം നാട്ടിലെ ചെങ്ങന്നൂരിലെ കൊഴുവറ്റൂരിലെ വീട്ടിൽ നിന്നുമാണ് രാവിലെ യാത്ര തിരിച്ചത്. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. വാമനപുരത്ത് ഒരു കയറ്റം കയറി വരുമ്പോഴേക്ക് വാഹനം തിരിച്ചുവിടും. വെഞ്ഞാറമൂട് മേൽപ്പാലം നിർമ്മാണത്തിന് വാഹനം തിരിച്ചുവിടുന്നത് ആ ഭാഗത്തേക്ക് വന്നുകൊണ്ട് തന്നെ വാഹനം സ്വല്പം വേഗം കുറഞ്ഞ സമയമായിരുന്നു. അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. ഈ ടയർ ഊരി തെറിച്ചു പോയെങ്കിലും അത് മറ്റാരുടെ ദേഹത്തേക്കോ അല്ലെങ്കിൽ വാഹനങ്ങളോ തട്ടു അത്തരത്തിലേക്ക് അപകടം ഉണ്ടായില്ല. വലിയ അപകടത്തിലേക്ക് പോകാമായിരുന്ന ഒരു സംഭവമാണ് എന്തായാലും ഉണ്ടായത്. സാധാരണഗതിയിൽ ഇത്തരത്തിലേക്കുള്ള സംഭവങ്ങൾ അപൂർവമായി മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരു മന്ത്രിയുടെ വാഹനമാണ്. അത്തരത്തിലേക്കുള്ള ഒരു വാഹനത്തിന്റെ ടയറാണ് ഇത്തരത്തിലേക്ക് ഊരി തെറിച്ചു പോയ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ശരി, നന്ദി. മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.